ഏവർക്കും നമസ്കാരം. ശബരിമല ടിവിയുടെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പുതിയൊരു അതിഥി ശബരിമല ടിവിയുടെ ഈ വേദിയിൽ എത്തുകയാണ്. ദൂരദർശനിലൊക്കെ വാർത്താ അവതാരകയായി സ്ഥിര സാന്നിധ്യമായി എല്ലാ ദിവസവും കഴിയുന്നതും ആഴ്ചയിൽ 1-2 ദിവസമെങ്കിലും നമ്മുടെ സ്വീകരണ മുറിയിൽ എത്താറുള്ള ഒരു മുഖമാണ്. അതുകൊണ്ട് തന്നെ ഒരു മുഖപരിചയമുണ്ടാവും. അതിലുപരിയായി ശബ്ദം കൊണ്ട് ഇന്ന് കേരളം അറിയപ്പെടുന്ന ഒരു അതുല്യ പ്രതിഭയാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. പേര് ഷാൽമ നന്ദ. ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കലാകാരിയായാണ് ഇപ്പോൾ കൂടുതലായി തിളങ്ങി നിൽക്കുന്നത്. നമുക്കറിയാം, ഈ കന്നഡയിലേക്ക് ഒരു ചരിത്രം കുറിച്ച സിനിമ KGF അതിൻ്റെ മലയാളം വെർഷനിലേക്ക് വന്നപ്പോൾ ഈശ്വരി റാവുവിൻ്റെ ആ ശബ്ദം ഇന്നും കേരളത്തിലെ തിയേറ്ററുകളിലൊക്കെ തന്നെ മുഴങ്ങിക്കേട്ടത് ഷാൽമ നന്ദയുടെ ശബ്ദമാണ്. ആ കഥാപാത്രത്തിൻ്റെ ആ വോയിസ് മോഡുലേഷനൊക്കെ ഇന്നും ആ സിനിമ കണ്ടവരുടെ കാതുകളിൽ തന്നെ മുഴങ്ങി നിൽക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മറ്റൊന്ന്, തിരുവനന്തപുരം ആകാശവാണിയിലെ 13 വർഷത്തോളം അവിടുത്തെ പ്രോഗ്രാം അവതാരകയായി ഷാൽമ നന്ദ നമ്മളോടൊപ്പം തന്നെ ഉണ്ട്. ഒപ്പം ദൂരദർശനിലെ വാർത്താ അവതാരകയാണ്. നല്ല തികഞ്ഞൊരു പാട്ടുകാരിയാണ്. അതുപോലെ തന്നെ നിരവധി പരസ്യചിത്രങ്ങളിൽ ശബ്ദം ഇപ്പോൾ നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ സിനിമകളിൽ വളരെ സജീവ സാന്നിധ്യമായി 75ഓളം സിനിമകളിൽ ഏകദേശം ഒരു സെഞ്ചുറി തികയ്ക്കാൻ പോവുകയാണ്. സിനിമകളിൽ ഇപ്പോൾ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി വളരെ തിരക്കേറിയ ഒരു കലാകാരിയാണ് ഇന്ന് ശബരിമല ടിവിയുടെ ഈ ഒരു എപ്പിസോഡിലേക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. സ്വാഗതം ഷാൽമ. നമസ്കാരം. തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ, ഒരു ആത്മീയ യാത്രയാണ്. അയ്യപ്പനെക്കുറിച്ച് പറയാനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. മാത്രമല്ല, തികഞ്ഞൊരു ഈശ്വരവിശ്വാസിയാണ്. ആ ഈശ്വരവിശ്വാസം ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ തികച്ചും വെജിറ്റേറിയനായി തന്നെ അല്ലേ, ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ് ഇതുവരെ. അപ്പോൾ അത്രത്തോളം ഈശ്വരഭക്തി ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഇരിപ്പിടത്തിലേക്ക് ഷാൽമയെ സ്വാഗതം ചെയ്തത് തന്നെ. ഞാൻ പറയാറുണ്ട്, ഭക്തിയാണ് ശക്തി എന്ന് പറയാറുണ്ട്, ഭക്തിയില്ലാതെ ശാൽമയില്ല എന്ന് പറയാറുണ്ട്. പിന്നെ അയ്യപ്പൻ്റെ കാര്യം പറയുമ്പോൾ എൻ്റെ അച്ഛൻ്റെ തറവാട് ആലുവയിലാണ്, ദേശം. അപ്പോൾ അത് ഇതുപോലെ ഞാൻ പറയാറുണ്ട്, ദേശമാണ് എൻ്റെ ദേശം. അപ്പോൾ ദേശത്ത് പിന്നെ അവിടെ ഞങ്ങളുടെ തറവാട് അവിടെ പിന്നെ പരദേവത ശാസ്താവാണ്. ശാസ്താവ് പറയുമ്പോൾ ശൈവവും വൈഷ്ണവവും ഒരുമിച്ച് ശാസ്താവ്. അപ്പോൾ എൻ്റെ മുത്തശ്ശൻ അവിടെ പൂജ ചെയ്യുമായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛനും ക്ഷേത്രത്തിൽ പൂജ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശാസ്താവ് എന്ന് ധർമ്മശാസ്താവ് ഭൂതനാഥൻ അപ്പോൾ അതിലേക്ക് ക്ഷാത്രവീര്യമുള്ള പിന്നെ അയ്യപ്പൻ ലയിച്ചു എന്നാണല്ലോ ഒരു സങ്കല്പം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ആത്മബന്ധം തീർച്ചയായിട്ടുമുണ്ട്. അപ്പോൾ എന്നിൽ നിന്ന് മാറ്റി നിർത്താനാവാത്ത ഒരു വികാരമാണ് ഭക്തി. അതുകൊണ്ട് തന്നെ സന്തോഷം. ശബരിമലയിൽ പോയിട്ടുണ്ടോ? ശബരിമലയിൽ പോയിട്ടുണ്ട്. 8 വയസ്സിൽ പോയിട്ടുണ്ട്. 8 വയസ്സിൽ ഒരു പ്രാവശ്യമേ പോയിട്ടുള്ളൂ. ഒരു പ്രാവശ്യമേ പോയിട്ടുള്ളൂ. ഇനിയും പോകാനുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ട്. ആഗ്രഹമുണ്ട്. കുറച്ച് പ്രായത്തിന്റെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. ഈ 8ാം വയസ്സിൽ പോകുമ്പോൾ ആ അനുഭവം ഇപ്പോഴും മനസ്സിൽ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. അതെന്ന് വെച്ചാൽ ഞാനിങ്ങനെ എൻ്റെ അച്ഛൻ എല്ലാ വർഷവും പോകുമായിരുന്നു. അപ്പോൾ അച്ഛന് സുഹൃത്തുക്കളുമായിട്ട് എല്ലാ വർഷവും പോകുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പോണം എന്ന് പറയും. അപ്പോൾ അച്ഛൻ കൊണ്ടുപോകില്ല. അപ്പോൾ ആ വർഷം ഞാനിങ്ങനെ വാശി പിടിച്ചു, എനിക്ക് ഈ വർഷം എന്തായാലും പോകണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അമ്മ പറയായിരുന്നു ഇവളെ കൊണ്ടുപോകണം എന്ന്. അപ്പോൾ അന്ന് ഈ മുണ്ടിനീര് എന്ന് പറയില്ലേ, നമ്മുടെ ഈ വായുടെ ഈ ഭാഗത്ത് കവിളത്ത് വേദന. അപ്പോൾ ആദ്യമായിട്ടാണ് എനിക്കത് വന്നിട്ട് നല്ല വേദന അതിങ്ങനെ തുടങ്ങുകയാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇതൊന്നും വെച്ചിട്ടൊന്നും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കരഞ്ഞു വിളിച്ച് എനിക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചു കൊണ്ടുപോയി. അവിടെ ചെന്നു ഞാൻ നടന്നോളാം എന്ന് പറഞ്ഞു. കുറേ ദൂരം നടന്നു ഒക്കെ പോയി. അവിടെ ചെന്ന് പമ്പയിൽ കുളിച്ചു. പമ്പയിൽ കുളിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് പിന്നെ അത് കഴിഞ്ഞ് തൊഴുതിട്ട് ഇറങ്ങിയപ്പോഴേക്കും എനിക്കിത് പൂർണ്ണമായിട്ടും മാറി. അപ്പം ഞാനത് ഇപ്പോൾ ഇങ്ങനെ ഒരു ചാനലിൽ വിളിച്ചത് കൊണ്ട് ഞാൻ പറയല്ല. അന്ന് നമുക്ക് 8 വയസ്സിൽ ഭക്തി എന്താണ് അല്ലെങ്കിൽ ആ ഒരു അനുഭവത്തെക്കുറിച്ചൊന്നും ഒരു ബോധവും ഇല്ലാത്തൊരു പ്രായമാണല്ലോ. നമ്മൾ ഈ ഒരു ആചാരം എന്നുള്ള രീതിയിൽ ദിവസവും അമ്പലത്തിൽ പോകുന്നു. ദിവസവും അമ്പലത്തിൽ ഞങ്ങൾക്ക് ഒരു കുടുംബക്ഷേത്രമുണ്ട്. അപ്പോൾ ദിവസം അവിടെ പോകും, രാവിലെ തൊഴും, പിന്നെ അവിടത്തേക്ക് പൂ പറിച്ച് ഒരുക്കി വയ്ക്കുക, ദിവസവും വിളക്ക് കത്തിക്കുക. ഇതൊക്കെ എൻ്റെ ജോലി. അതിൻ്റെ ജോലി എന്ന് പറയാൻ എനിക്കിഷ്ടമില്ല. ഞാൻ പൂർണ്ണ മനസ്സോടെ സന്തോഷമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ദിനചര്യയുടെ ഭാഗമായിരുന്നു. പക്ഷെ എന്നാൽ പോലും അങ്ങനെ
ഇങ്ങനെ അയ്യപ്പനെ തൊഴാൻ പോയി, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വരും, അങ്ങനെയൊന്നും മനസ്സിലാക്കാനുള്ളൊരു ബോധം എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഇതെനിക്കൊരു വലിയ അത്ഭുതമായിട്ട് തോന്നി. കാരണം അവിടെ നിന്ന് തൊഴുതിറങ്ങുമ്പോഴേക്കും പൂർണ്ണമായിട്ടും പമ്പയിൽ കുളിച്ച് തൊഴുതതിന് ശേഷം ആ ഒരു ഇത് മാറി. കാരണം വീട്ടിൽ പൂജാമുറിയൊക്കെ ഉണ്ടോ? വീട്ടിൽ പൂജാമുറി അവിടെ പൂജ ചെയ്യുന്ന സമയത്ത് ഒരു സംഗീത താല്പര്യമുള്ളതുകൊണ്ട് പാട്ടൊക്കെ പാടിയാണ്. ഈശ്വരനെ ആരാധിക്കുന്നതിന് പല രീതികൾ പറയല്ലേ, ഈ നവവിധ ഭക്തി. അപ്പോൾ അതിനകത്ത് തന്നെ പറയുമ്പോൾ ഒരു കാര്യം, ഈ ഒരു ശ്രവണം, കീർത്തനം, പാദസേവനം, സഖ്യം, ആത്മനിവേദനം എന്നൊക്കെ പറയില്ല. അപ്പോൾ അങ്ങനെ അതിൽ കീർത്തനം എന്നുള്ളത് ആരൂഢ പ്രൗഢ വേഗം പ്രവിജിത പവനം തുംഗതുംഗം തുരംഗം ചേലം നീലം വസാന കരകമലലസത് കാണ്ഡകോദണ്ഡദണ്ഡ രാഗദ്വേഷാദി നാനാവിധ മൃഗപടലീ ഭീതികൃദ്ഭീതി ഭർത്ത കുർവന്നാഖേഡലീലാം പരിലസതു മന കാനനേ മാമകീനേ. ശ്രീ ശങ്കരാചാര്യർ എഴുതിയ ഒരു ശ്ലോകമാണിത്. സംസ്കൃത ശ്ലോകമാണ്. അത് ശരിക്കും നമ്മുടെ രാഗദ്വേഷാദികൾ എല്ലാം നശിക്കട്ടെ എന്ന് പറയുന്നത്. അതൊരു ഈ ശാസ്താവിനെ അശ്വാരൂഢനായിട്ട് ഒരു സങ്കല്പമുണ്ട്, അശ്വാരൂഢ ശാസ്താവ്. അപ്പോൾ നീലവസ്ത്രമണിഞ്ഞ് ഈ കുതിരയുടെ പുറത്ത് കയറി കയ്യിൽ വില്ല് കുലച്ച് പിടിച്ചു വരുന്ന ധർമ്മശാസ്താവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ശത്രുക്കളായിട്ട് സങ്കല്പിക്കുന്നത് നമ്മുടെ രാഗദ്വേഷങ്ങളെ തന്നെയാണ്. നമ്മുടെ ഉള്ളിലാണ്, പുറമേ അല്ല ശത്രു, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് എന്നുള്ളത്. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ചീത്ത വികാരങ്ങളെല്ലാം നശിക്കട്ടെ എന്നുള്ളത് അതിനുവേണ്ടി അങ്ങനെ ഒരു സങ്കല്പമാണ്. ആ ഒരു അശ്വാരൂഢ ശാസ്താവിൻ്റെ അതായിട്ട് ശങ്കരാചാര്യർ എഴുതിയൊരു ശ്ലോകമാണിത്. അയ്യപ്പൻ്റെ ആ ഒരു ജനനത്തിൻ്റെ അർത്ഥം അത് തന്നെയാണല്ലോ, തിന്മയ്ക്കെതിരെയുള്ള നന്മയുടെ വിജയം കൊണ്ടുവരിക. അതെ 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 അതെ, തീർച്ചയായിട്ടും. അതിനകത്ത് മറ്റൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഒരു ശൈവവും വൈഷ്ണവവും, അതൊരു ആരാധനാ സമ്പ്രദായത്തെ എനിക്കങ്ങനെ ആധികാരികമായിട്ട് പറയാൻ ഞാൻ ആളല്ല, എന്നാൽ പോലും മറ്റ് സംസ്ഥാനങ്ങളിൽ, മറ്റ് സംസ്ഥാനങ്ങളിൽ വൈഷ്ണവം പ്രത്യേകം, ശൈവം പ്രത്യേകം, അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ ഈ കേരളത്തിലെ നമ്പൂതിരി സമ്പ്രദായത്തിലാണ് വൈഷ്ണവവും ശൈവവും ഒരുമിച്ച്. അപ്പം നമ്മളെ ചെറുതിലേ പോലും എൻ്റെ ഇല്ലത്തൊക്കെ പോലും അമ്മയൊക്കെ പറഞ്ഞു പഠിപ്പിക്കണമെന്ന് വെച്ചാൽ ശിവനെ പ്രാർത്ഥിച്ചാൽ വിഷ്ണുവിനെയും പ്രാർത്ഥിക്കണം, രണ്ടുപേരെയും തുല്യമായിട്ടെന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരുന്നു, ലളിതമായിട്ട് പറഞ്ഞു തരുന്നെങ്കിൽ കൂടി അതിലൊരു വലിയ ആശയമുണ്ട്. ശരിക്കും ശ്രീശങ്കരാചാര്യരുടെ അദ്വൈതം തന്നെയാണത്. കാരണം അതിൽ എല്ലാം ഒന്ന് തന്നെയാണ്. ഈ എല്ലാം തത്വമസി എന്ന് പറയുന്ന പോലെ എല്ലാം നീയാകുന്നു, അല്ലെങ്കിൽ നിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഭഗവാനുള്ളത്, പുറത്ത് അല്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ പക്ഷേ അദ്വൈതത്തിൽ പറയുന്നത് നന്മയും ഞാൻ തന്നെ, തിന്മയും ഞാൻ തന്നെ, ധർമ്മവും അധർമ്മവും എല്ലാം ഞാൻ തന്നെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അദ്വൈതം എന്ന് പറയുന്ന വലിയൊരു ആശയം നമ്മൾ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ പ്രാക്ടീസ് ചെയ്യുന്നൊരു, ഞാൻ മനസ്സിലാക്കിയത്, നമ്മൾ അങ്ങനെ ശൈവം പ്രത്യേകം വൈഷ്ണവം പ്രത്യേകം അല്ലല്ലോ, നമുക്ക് ശിവനും വിഷ്ണുവും ഒരുപോലെയാണ്, ഏകമയം. അപ്പോൾ ആ ഒരു അദ്വൈതം തന്നെ അതൊരു വലിയ, അയ്യപ്പനും അത് തന്നെയാണ്. ശൈവവും വൈഷ്ണവവും ഒരുമിച്ച് ചേരുന്നതല്ലേ, അപ്പം എല്ലാം അതിലുണ്ട്, അദ്വൈതമാണ്. അപ്പോൾ നമ്മൾ ഒരു പൂർണ്ണസ്വരൂപനായിട്ട് കാണുന്ന അതൊരു വലിയ ആശയമാണ്. അയ്യപ്പൻ എന്ന് വെച്ചാൽ മലയാളികളുടെ ഒരു എന്താ പറയുക, സ്പിരിച്വൽ ഒരു അംബാസഡർ ആണെന്ന് തോന്നാറുണ്ട് അയ്യപ്പനെ കുറിച്ച് പറയുമ്പോൾ. കാരണം ഞാൻ മിക്കവാറും ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലെല്ലാം സഞ്ചരിച്ചിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും താമസിച്ചിട്ടുണ്ട്. ഡൽഹി, വെസ്റ്റ് ബംഗാൾ, അങ്ങനെ ഗുജറാത്ത്, അങ്ങനെ പല സംസ്ഥാനങ്ങളിലും താമസിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. അപ്പം കേരളം വിട്ട് കഴിഞ്ഞാൽ ഏത് നാട്ടിൽ ചെന്നാലും അയ്യപ്പൻ്റെ ക്ഷേത്രം ഉണ്ടാവും. അപ്പോൾ ഡൽഹിയിൽ RK പുരത്ത് ഒരു അമ്പലമുണ്ട്. ഈവൻ ഡിഫൻസ് ക്യാമ്പിൽ പോലും അവിടെയും അയ്യപ്പൻ്റെ ക്ഷേത്രങ്ങളുണ്ടാവും. ഗ്വാളിയറിൽ അയ്യപ്പ ക്ഷേത്രമുണ്ട്, ഞാൻ അവിടെയും പോയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഹൈദരാബാദിൽ അയ്യപ്പൻ്റെ ക്ഷേത്രമുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ അവിടെയൊക്കെ അയ്യപ്പൻ്റെ ക്ഷേത്രം എന്ന് വെച്ചാൽ മറ്റ് ഡൽഹിയിലും അല്ലാതുള്ളതൊരു ഗുരുവായൂരപ്പൻ്റെയാണ്. പക്ഷേ അയ്യപ്പൻ ഏത് സംസ്ഥാനത്ത്, കേരളം വിട്ട് മറ്റേത് സംസ്ഥാനത്ത് ചെന്നാലും അപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഒരു സ്പിരിച്വൽ, എന്താ പറയുക,
ഒരു അംബാസഡർ എന്നുള്ള രീതിയിൽ തന്നെ തോന്നാറുണ്ട്. പക്ഷേ അയ്യപ്പ ടെമ്പിൾ, അപ്പോൾ നോർത്ത് ഇന്ത്യൻസിനോട് പോലും നമ്മൾ സംസാരിച്ച അയ്യപ്പ എന്നവരിങ്ങനെ പറയും. മലയാളിയാണെന്ന് പറയുമ്പോൾ അയ്യപ്പ ടെമ്പിൾ. അപ്പോൾ അവർക്ക് കൂടുതൽ അറിയില്ല. പക്ഷേ ആ ഒരു പിന്നെ മറ്റൊരു കാര്യം, വെസ്റ്റ് ബംഗാളിൽ സിലിഗുഡി എന്ന് പറഞ്ഞ ന്യൂ ജൽപായ്ഗുഡിക്ക് അടുത്തായിട്ട് ബാഗ്ഡോഗ്ര എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു ഡിഫൻസ് ഏരിയയാണ്. അവിടെ ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ പിന്നെ നേപ്പാൾ, ഭൂട്ടാൻ അവിടെ നിന്നൊക്കെ പോകുന്ന എയർപോർട്ട് അവിടെ തന്നെയാണ്. പിന്നെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ സിക്കിം എത്തി. അവിടെ നിന്ന് നമുക്ക് ചൈന ബോർഡറിലേക്ക് 16,400 ഫീറ്റ് പോയി കഴിഞ്ഞാൽ ചൈന ബോർഡറാണ്. അപ്പം അങ്ങനെ ഒരു ശരിക്കും നോർത്ത് ഈസ്റ്റ് അവിടെ ഒരു അയ്യപ്പൻ്റെ അമ്പലം ഉണ്ടായിരുന്നു. എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരങ്ങളിൽ അവിടെ ഭജന ഉണ്ടാവും. അപ്പം ഞാനും അവിടെ തൊഴാൻ പോയി. അപ്പം അങ്ങനെ ആ ഒരു ഭജന സംഘം. അപ്പം ഞാനും എല്ലാ ആഴ്ചയും പോയിരുന്നിട്ട് എനിക്കറിയാവുന്ന പാട്ടുകളൊക്കെ ഞാനും പാടും, ഭജന പാടും. അപ്പോൾ പിന്നെ അത് അങ്ങനെ ഞാൻ ആ സമയത്ത് പാടുമായിരുന്നൊരു പാട്ടാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 15 വർഷത്തിന് ശേഷം ഞാൻ ഇപ്പം മിനീഷ് പറഞ്ഞപ്പോൾ ആ പാട്ട് തീർച്ചയായിട്ടും പാട്ടിലേക്ക് പോവാം. സാമവേദം നാവിലുണർത്തിയ സ്വാമിയെ എന്നെ സ്വരപൂജാമലരാക്കി തീർക്കണേ. സാമവേദം നാവിലുണർത്തിയ സ്വാമിയെ എന്നെ സ്വരപൂജാമലരാക്കി തീർക്കണേ. തത്വമസി പൊരുളേ നിത്യസത്യദയാനിധിയെ ഇനി കൽപ്പാന്തമിഴിയിതൾ തുറന്നീടണേ. ഇരുമുടി നിറയുമീ ദുരിതം ഒഴിയണേ. ഇഹപരശാന്തി തൻ അമൃതം അരുളണേ. മനസാകും പുലിമേലെ വാഴണേ. ജന്മശനി നീക്കി ശരിയേ കിടണമേ. സാമവേദം നാവിലുണർത്തിയ സ്വാമിയെ എന്നെ സ്വരപൂജാമലരാക്കി തീർക്കണേ. തത്വമസി പൊരുളേ നിത്യസത്യദയാനിധിയെ ഇനി കൽപ്പാന്തമിഴിയിതൾ തുറന്നീടണേ. ഹരിരാഗസാരമേ ശിവതേജോരൂപമേ കൺകണ്ട ദൈവമേ സ്വാമിയേ. സന്യാസീരൂപനെ സംഗീതപ്രിയനെ സിന്ദൂരവർണ്ണനെ സ്വാമി. അയ്യപ്പനൊരു ശനിദേവനാണെന്ന് പറയാറുണ്ട്, ശനീശ്വരനാണെന്നും കൂടി പറയാറുണ്ട്. അപ്പോൾ ആപ്റ്റായിട്ടുള്ളൊരു പാട്ട് കൂടിയാണ്. ശനിയാഴ്ച ദിവസങ്ങളിൽ പൂജാവേളയിലൊക്കെ പാടാൻ പറ്റിയൊരു പാട്ട് കൂടിയാണ്. സാമവേദത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് സംഗീതം എന്ന് പറയും. ഒരു ഗാനം കൂടി, ഒരു പല്ലവിയും ഒരു അനുപല്ലവിയും കൂടി കേട്ട് കഴിഞ്ഞാൽ അത് അയ്യപ്പനെ കുറിച്ച് തന്നെ ആവണമെന്നില്ല, അയ്യപ്പനുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു. ശബരിമലയിൽ തങ്ക സൂര്യോദയം എന്ന് പറഞ്ഞിട്ട് വയലാർ രാമവർമ്മയുടെ വളരെ മനോഹരമായിട്ടുള്ള പാട്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആകാശവാണിയിൽ മണ്ഡലകാലത്ത് മിനിഷിന് അറിയാം, മിനിഷ് കൊടുത്തിട്ടുള്ളതാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു പാട്ടാണ് ദേവരാജ മാഷിന്റെ മനോഹരമായ ഈണം. അതിൽ ആനന്ദഭൈരവിയാണ് രാഗം. ശബരിമലയിൽ തങ്ക സൂര്യോദയം ഈ സംക്രമ പുലരിയിൽ അഭിഷേകം ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെൻ്റെ ഹൃദയവും ഉടുക്കും കൊട്ടി. ശബരിമലയിൽ തങ്ക സൂര്യോദയം ഈ സംക്രമ പുലരിയിൽ അഭിഷേകം ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെൻ്റെ ഹൃദയവും ഉടുക്കും കൊട്ടി. ഈരേഴുലക്കിനും അധിപതിയാമെന്നയ്യപ്പ എന്നിൽ കാരുണ്യാമൃത തീർത്ഥം ചൊരിയണമയ്യപ്പ. അയ്യപ്പ ശരണമയ്യപ്പ, അയ്യപ്പ ശരണമയ്യപ്പ. ഈ
ഈ ഒരു വിളിമതി ഉള്ളിയുടെ ഭക്തി മുഴുവൻ ഒഴുകി പുറത്തേക്ക് വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു മിനീഷിന്റെ ഒരു പ്രോഗ്രാമിന് വേണ്ടി അങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്ത് പറയുമൊന്നുമല്ല. ഭക്തിയാണ് ശക്തി, ഭക്തിയാണ് ശാൽമയുടെ ശക്തി. അത് സംശയമൊന്നുമില്ലാത്തൊരു കാര്യമാണ്. കാരണം ഞാൻ അതിനകത്ത് പറയുന്ന കാര്യം, ഇപ്പോൾ പലരും പറയാറുണ്ട് ഞാൻ അങ്ങനെ ഒരു ഭക്തനല്ല അല്ലെങ്കിൽ ഭക്തയല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഏത് കാര്യത്തിലായാലും നമുക്കൊരു ഭക്തി അല്ലെങ്കിൽ ആ ഒരു ഡിവോഷൻ ഇല്ലെങ്കിൽ നടക്കുമോ മനുഷ്യൻ? എന്തെങ്കിലും എന്ത് കാര്യമായാലും. ഞാനൊരു ഈശ്വര ഭക്തി എന്നുള്ളത് മാത്രമല്ല, ഭക്തി എന്ന് പറയുന്നത് ഒരു ആത്മാർത്ഥതയാണ് എന്തിനോടും, ഏത് ചെയ്യുന്നതിനോടും. തീർച്ചയായിട്ടും. എന്ന് തന്നെയല്ല, ഭക്തിയിൽ കൂടിയാണ് എൻ്റെ അനുഭവം ഞാൻ പറയാം. ഞാൻ ഒരു മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല, പക്ഷെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഭക്തി എൻ്റെ ശക്തി, എൻ്റെ മനോബലം പ്രധാനമായിട്ട് അതാണ്. ഭക്തി തരുന്നത് എന്താണ്? മനോബലമാണ്. ഞാൻ അത് മാത്രമേ ഉള്ളൂ. ഇപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, നമ്മൾ സാധാരണ മനുഷ്യരാണ്, അപ്പം നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും ഉണ്ടാകാം, പല പ്രശ്നങ്ങളും ഉണ്ടാകാം. അപ്പം നമുക്ക് ആ ഒരു ഭക്തിയിൽ കൂടി നമുക്ക് ആ ഒരു മനോബലം കിട്ടുന്നു. നമുക്കൊരു പ്രശ്നം ഉണ്ടായില്ല, അതിനെ തരണം ചെയ്യാൻ പറ്റുന്നു. പിന്നെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അത് നമ്മൾ പലതും പറയുമ്പോൾ ചിലപ്പോൾ ആളുകൾ വിശ്വസിക്കണമെന്നില്ല. ഞാൻ വേറെ ഈ നെഗറ്റീവായിട്ടുള്ള പിന്നെ വികാരങ്ങൾ അങ്ങനെ ചിന്തകളുമായിട്ട് നടക്കുന്ന ആളുകളുണ്ടല്ലോ. ഞാൻ മറ്റൊരു രീതിയിൽ പറയല, നമ്മൾ പോലും അറിയാതെ നമ്മൾ ആ ഒരു ഭക്തി കൂടുതൽ ഭഗവാനിലേക്ക് അടുക്കുന്ന ഒരു സമയത്ത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ആ നെഗറ്റിവിറ്റീസ് നമ്മളിൽ നിന്ന് ഇങ്ങനെ അകന്നു പോകും. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ഈ 21-ാം നൂറ്റാണ്ടിൽ ഇരുന്നിട്ട് മണ്ടത്തരം പറയുന്നോ എന്ന് തോന്നാം. പക്ഷേ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ആ നെഗറ്റിവിറ്റീസ് അല്ലെങ്കിൽ നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ പോകുന്ന എല്ലാ എനർജീസും അതിങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോകും നമ്മളിൽ നിന്ന്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമാണ് പറയണത്, വെറുതെ അല്ല. അപ്പോൾ നമുക്ക് കൂടുതൽ പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റുക, അങ്ങനെയൊക്കെ ഉള്ള കാര്യം. അത് സ്വർണ്ണമണിക്കുമ്പോൾ പറയും പോലെ കല്ലും മുള്ളും നമുക്ക് കാലിന് മെത്തയായി മാറിടും. മനുഷ്യജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും സുഖം മാത്രമല്ലല്ലോ, സുഖദുഃഖ സമ്മിശ്രമാണ് എപ്പോഴും ജീവിതം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാവും, മനുഷ്യനാകുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവും. പക്ഷെ അത് തരണം ചെയ്യാനുള്ള ഒരു ശക്തി, ആ ഒരു മനഃശക്തി, ഒരു മെന്റൽ പവർ, അതാണ് ഞാൻ പറഞ്ഞത്. അത് ഭക്തിയിൽ കൂടെ കിട്ടുന്നുണ്ട്. അതിന് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ശബരിമലയിൽ പോകുന്നവർ 41 ദിവസം വ്രതം എടുത്ത് പോകുന്നു. അപ്പോൾ അതിനകത്ത് അതിലും 41 ദിവസം വ്രതം എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ളൊരു ഇതാണല്ലോ. അത്രയും വ്രതം എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യുക. അപ്പം അത് മനുഷ്യന് ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും ആവശ്യമാണ്. ശ്രീമദ് ഭഗവത്ഗീതയിലെ പിന്നെ അതിൻ്റെ 6-ാം അധ്യായം ആത്മസംയമ യോഗത്തിലെ 7-ാം ശ്ലോകം, അതിൽ ഭഗവാൻ പറയുന്നുണ്ട്, ജിതാത്മന പ്രശാന്തസ്യ പരമാത്മാ സമാഹിത ശീതോഷ്ണ സമദുഃഖേഷു തഥാ മാനാപമാനിയോ. അപ്പം സുഖത്തിലും ദുഃഖത്തിലും പിന്നെ ഈ പറഞ്ഞ പോലെ ചൂടിലും തണുപ്പിലും മാനത്തിലും അപമാനത്തിലും ഒക്കെ ഒരുപോലെ നിൽക്കുന്നവൻ്റെ മനസ്സിൽ പരമാത്മാവ് എപ്പോഴും നിൽക്കുന്നത്. അപ്പം നമ്മൾ സാധാരണ മനുഷ്യന് എത്രമാത്രം അത് സാധ്യമാണെന്നില്ല. അപ്പം നമുക്ക് ഈ ഭക്തിയും ആ ഒരു സ്ഥിതപ്രജ്ഞനായിട്ട് ഒരു പരിധിവരെയെങ്കിലും ശ്രമിച്ചാൽ നമുക്ക് ഒന്നുമില്ലെങ്കിലും മറ്റുള്ളവരെ ഉപദ്രവിക്കാതെങ്കിലും ഇരിക്കാം. ഒരു സംഗീത സാന്നിധ്യം മാത്രമല്ല, നമുക്ക് ഈ കാലഘട്ടത്തിന് വേണ്ടുന്നുള്ള ഒരുപാട് ഉപദേശക സൂചകമായ ഒരുപാട് കാര്യങ്ങൾ ഷാൽമയുടെ ഭാഗത്ത് നമുക്കുണ്ടായി. അത് കേവലം വാക്കുകളായല്ല, അനുഭവമുള്ള ഒരു ആളെന്നുള്ള നിലയിൽ തന്നെ, പ്രത്യേകിച്ചും ശബരിമല തീർത്ഥാടനമൊക്കെ നടത്തി അവിടുന്ന് കിട്ടിയ നല്ല അനുഭവങ്ങൾ, അയ്യപ്പൻ്റെ മാന്ത്രിക ശക്തി എത്രത്തോളമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി ഷാൽമ നമ്മളുമായി ഈ ഒരു അവസരത്തിൽ പങ്കുവച്ചു. എന്തായാലും ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്.